ഈ രാവിലെ മുതൽക്ക്, അതായത് രാവിലെ എണീക്കുന്ന സമയം മുതൽക്ക് രാത്രി കിടക്കുന്നത് വരെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എന്നും ഏറെക്കുറെ എന്നും ഇപ്പം എൻ്റെ ഒരു ഇത്രയും കാലത്ത് ഞാൻ കണ്ട് വന്നത് അങ്ങനെയാണ്. അതായത് കൃത്യ സമയത്തുള്ള എണീക്കൽ, ഭക്ഷണം കഴിക്കലാണെങ്കിലും അത് രാവിലത്തെ, ഉച്ചക്കത്തെ, വൈകിട്ടുള്ളത്, അതുപോലെ കുളിക്കുന്ന സമയമാണെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു കൃത്യനിഷ്ഠയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് അമ്മേൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ അമ്മേൻ്റെ ആ ഒരു രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നവരെയുള്ള ആ ഒരു സമയത്തെ ദിനചര്യയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം പുലർച്ചെ 5:30 മണിയായി. ഇപ്പോൾ എണീക്കുന്ന സമയമായി. പിന്നെ ഇപ്പോൾ ഇതാ പല്ലേക്കലായി. പിന്നെ സ്ഥിരമായിട്ട് പൽപ്പൊടി തന്നെയാണ് തേക്കുന്നത് അമ്മ, അതിൽ മാറ്റില്ല. പൂച്ച അതുതന്നെയാണ്. പൂച്ചയും ഞങ്ങളൊപ്പം രാവിലെ തന്നെ എണീക്കും. പൂച്ച നേരത്തെ എണീക്കും. പിന്നെ പതിവായിട്ട് തലയിൽ തേക്കുന്ന എണ്ണ, അത് ത്രിഫലാദി വെളിച്ചെണ്ണയാണ്. അത് വെച്ചിട്ടാണ് രാവിലെ കുളി. ചൂടുവെള്ളത്തിലാണ് കുളി. രാമായണം വായനയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചായ കഴിക്കലായി. അപ്പോൾ ഏതായാലും രാവിലത്തെ ചായ കഴിക്കലായി. ഇന്നിപ്പോൾ ദോശയും നമ്മുടെ സാധാരണ ചമ്മന്തിയാണ്, ചട്നി അല്ല. പിന്നെ ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇരിക്കലായി. പിന്നെ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്നെ 12 മണിക്കാണല്ലോ ഉച്ചയൂണ്. പിന്നെ നേരത്തെ തന്നെ തുടങ്ങും ഞങ്ങൾ ഉച്ചഭക്ഷണത്തിലുള്ളതൊക്കെ തയ്യാറാക്കൽ. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് വായന ഉണ്ട്, പത്രം,
അതുപോലെ ആനുകാലികമായിട്ടുള്ള മാസികകൾ, പിന്നെ പഴയ മാസികകൾ എന്തെങ്കിലും വായിക്കും. അങ്ങനെ എന്നതെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കണം രാവിലെ. പിന്നെ ഇപ്പോൾ ഇന്ന് ഒരു 10 മണിയായാൽ ഇന്നിപ്പോൾ നാടൻ കോഴിമുട്ട പുഴുങ്ങിയതാണ്. അതല്ലെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഴങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, അതാണ്. പത്ത് മണിക്ക് ഇതാണ്. ഒന്നുമില്ലിപ്പോൾ കോഴിമുട്ടയാവാം പുഴുങ്ങിയത്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വല്ല പഴങ്ങളെന്തെങ്കിലും കഴിക്കും, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ നമ്മളെ പൂച്ചേൻ്റെ ഒപ്പം വേറൊരു പൂച്ചയും കൂടി ഉണ്ട്. പിന്നെ ഇപ്പോൾ 12 മണിക്ക്, കൃത്യം 12 മണിക്ക് തന്നെയാണ് ഉച്ചയൂണ്. അതിലൊന്നും മാറ്റില്ല. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉച്ചമയക്കമുണ്ട്, അത് പതിവാണ്. ഇനിയിപ്പോൾ അതായി. ഊണ് കഴിച്ചാലൊരു മയക്കം. ഞാൻ 2 മണിക്ക് എണീക്കുള്ളൂ. ഇതൊക്കെ പണ്ടേയുള്ള ശീലമാണ്. പിന്നെ ഇപ്പോൾ ഒരു 3 മണിക്ക്, 3 മണിയായാൽ എന്തെങ്കിലും, പിന്നെ ചായ, ഇനിയിപ്പോൾ ചായ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇന്നിപ്പോൾ അവിൽ മിൽക്കാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടാവും. പിന്നെ അവിൽ കുഴച്ചതോ കപ്പ പുഴുങ്ങിയതോ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണക്കടികൾ. അതാണ്. അത് 3 മണി സമയത്താണ്. നമ്മൾ 4 മണി പലഹാരം 3 മണിക്കാണ് ഞങ്ങൾക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് വെയിലാറിനോട് കൂടി പിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി, പിന്നെ എന്തെങ്കിലും ചെടിക്ക് നനയ്ക്കാനോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ മത്തനോ അല്ലെങ്കിൽ വഴുതന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
വിളക്കത്തിക്കാനുള്ള വിളക്കൊക്കെ തിരിയിട്ട് ഒക്കെ വെക്കലായി. സന്ധ്യയാകുമ്പോൾ പിന്നെ ഒന്ന് ചിലപ്പോൾ ഒന്ന് മേല് കഴുകും ചൂടുവെള്ളത്തിൽ. പിന്നെ ഇപ്പോൾ വിളക്കത്തിക്കാനായി. അത് കഴിഞ്ഞൊരു നാമം ചൊല്ലുണ്ട്. പശുപതി താണും നീലകണ്ഠ മുപാധി നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. നീലകണ്ഠം കാലമൂർത്തി കാലാഗ്നി കാലനാശനം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. നീലകണ്ഠം വിരൂപാഠം നിർമ്മലം നിലയാപദം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. വാമദേവം മഹാദേവം ലോകനാഥം ജഗദ്ഗുരു നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. ദേവദേവം ജഗന്നാഥം ദേവേശം മുഷധ്വജം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. ത്രക്ഷ്യം ചതുർഭുജം ശാന്തം ജടാമകുടധാരിണം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. പത്മധൂളി സർവാംഗം നാഗഭരണഭൂഷിതം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. ആനന്ദം പരമം നിത്യം കൈവല്യം പാദായിനം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. അർദ്ധനാരീശ്വരം ദേവം പാർവതീ പ്രാണനായകം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. അനന്തമവ്യയം ശാന്തം അക്ഷമാലാതാരം ഹരം നമാമി ജലസാദേവം മൃത്യു കരിഷ്യതി. അപ്പോൾ നേരെ ഏതായാലും ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിത്തെ കാര്യങ്ങളൊക്കെ ആയി, ഭക്ഷണം കഴിക്കാനായി. പിന്നെ 7:30 മണിക്ക് രാത്രി ഭക്ഷണം, അതും സമയം അങ്ങനെ തന്നെയാണ്, 7:30 മണിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ടി വി കാണലായി. സീരിയലിനെയാണ് അമ്മേൻ്റെ പ്രധാനം. അത് പിന്നെ അമ്മ കാലങ്ങളായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ നമ്മൾ രാവിലെ 5:30 തുടങ്ങി. ഇതാ ഇപ്പോൾ 9:30 ആയി സമയം. അതുവരെയൊക്കെ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഓരോരോ, ചില അമ്മ അങ്ങനെ പുറത്തൊന്നും ഇപ്പോൾ പോകണില്ലല്ലോ. അപ്പോൾ തണുപ്പൊന്നായതുകൊണ്ട് അങ്ങനെ രാവിലെ ആണെങ്കിലും ഇത് അങ്ങനെ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുള്ള യാത്രകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഒരു ദിവസത്തെ കാഴ്ചകൾ ആ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത്. 9:30 മണിയാണ് ഞങ്ങൾ രാത്രി കിടക്കുന്ന സമയം. അപ്പോൾ നേരം 9:30 ആയി.